നമസ്കാരം. ഷാജി ജോൺ പോഡ്കാസ്റ്റിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് പ്രതികരിക്കാതിരിക്കുന്നതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചാണ്. ദി ആർട്ട് ഓഫ് നോ റിയാക്ഷൻ, പ്രതികരിക്കാതിരിക്കുന്ന കല എന്ന വിഷയത്തെക്കുറിച്ചാണ്. പ്രിയരെ, ഈ ലോകത്തിൽ ഏറ്റവും ശക്തനായ മനുഷ്യൻ ആരാണെന്ന് അറിയാമോ? ഉച്ചത്തിൽ വിളിച്ചു പറയുന്നവനല്ല, കോപം കാട്ടി ലോകത്തെ ഭയപ്പെടുത്തുന്നവനല്ല, യുദ്ധമുണ്ടാക്കി ലോകത്തെ ഭീതിപ്പെടുത്തുന്നവനല്ല ഈ ലോകത്തിലെ ഏറ്റവും ശക്തനായ മനുഷ്യൻ. എല്ലാ വെല്ലുവിളികൾക്കും ഉടൻ പ്രതികരിക്കാത്തവനും അല്ല, എന്നാൽ സ്വന്തം മനസ്സിനെ നിയന്ത്രിക്കാൻ കഴിയുന്നവനാണ് യഥാർത്ഥത്തിൽ ഏറ്റവും ശക്തനായ മനുഷ്യൻ. ഇന്ന് നാം ചർച്ച ചെയ്യുന്നത് ദി ആർട്ട് ഓഫ് നോ റിയാക്ഷൻ, പ്രതികരിക്കാതിരിക്കുന്ന കല എന്ന വിഷയത്തെക്കുറിച്ചാണ്. ജീവിതത്തിൽ നമ്മളെ വേദനിപ്പിക്കുന്ന ആളുകൾ വരും, നമ്മെ തെറ്റിദ്ധരിപ്പിക്കുന്നവർ വരും, നമ്മെ അപമാനിക്കുന്നവർ, നമ്മളെ പ്രകോപിപ്പിക്കുന്നവർ, നമ്മെ വെറുക്കുന്നവരും വെറുപ്പിക്കുന്നവരും വരും. പക്ഷേ ചോദ്യം ഇതാണ്: അവരുടെ ഓരോ വാക്കിനും ഓരോ പ്രവൃത്തിക്കും നമ്മൾ പ്രതികരിക്കണമോ? വേണ്ട. കാരണം ഓരോ പ്രതികരണവും നമ്മുടെ ഊർജം നഷ്ടപ്പെടുത്തുന്നു. ഒരു തീ കത്തുമ്പോൾ അതിൽ കൂടുതൽ ഇന്ധനം ചേർത്താൽ തീ വളരും. അതുപോലെ കോപത്തിനും അഹങ്കാരത്തിനും നാം പ്രതികരണം കൊടുത്താൽ അത് കൂടുതൽ ശക്തമായി തീരും. എന്നാൽ നിശബ്ദത കൊണ്ട് പ്രതികരിച്ചാൽ അത് അവിടെ തന്നെ അവസാനിക്കും. സുഹൃത്തുക്കളെ, പ്രതികരിക്കാതിരിക്കുക എന്നത് ദൗർബല്യമല്ല, അത് മഹത്തായ ആത്മബലമാണ്. നിങ്ങളെ ആരെങ്കിലും അപമാനിക്കുമ്പോൾ നിങ്ങൾ ശാന്തമായി നിൽക്കാൻ കഴിയുന്നുവെങ്കിൽ അതാണ് യഥാർത്ഥ വിജയത്തിൻ്റെ ആദ്യപടി. കാരണം ഓരോ യുദ്ധവും ജയിക്കേണ്ടതില്ല. ചില യുദ്ധങ്ങളിൽ നിന്ന് നാം മാറി നിൽക്കുന്നതാണ് ഏറ്റവും വലിയ ജയം. ഒരു പാമ്പ് തനിക്ക് നേരെ എറിയുന്ന ഓരോ കല്ലിനോടും പ്രതികരിക്കാറില്ല. ഒരു സിംഹം ഓരോ നായുടെ കുരച്ചിലും തിരിഞ്ഞു നോക്കാറില്ല. അവർക്കറിയാം തങ്ങളുടെ ശക്തി എവിടെ ഉപയോഗിക്കണമെന്ന്. അതുപോലെ നമ്മുടെ എല്ലാ കാര്യങ്ങൾക്കും നാം പ്രതികരിക്കരുത്. ഒരാൾ വിമർശിച്ചാൽ, ആരും നിങ്ങളെ മനസ്സിലാക്കിയില്ലെങ്കിൽ, എല്ലാവരും നിങ്ങളെ വഞ്ചിച്ചാൽ, നിങ്ങളെ വേദനിപ്പിച്ചാൽ ഉടൻ പ്രതികരിക്കരുത്. മൗനം തന്നെയാണ് ഏറ്റവും ശക്തമായ മറുപടി. പ്രതികരിക്കാതിരിക്കുക എന്നത് നമ്മുടെ മനസ്സിനെ ശാന്തമാക്കുന്നു, ചിന്തയെ വ്യക്തതയിലേക്ക് നയിക്കുന്നു, ജീവിതത്തെ ഉയർച്ചയിലേക്ക്, ഉന്നതിയിലേക്ക് കൊണ്ടുപോകുന്നു. ഓർക്കുക, കോപത്തിൽ പറഞ്ഞ വാക്കുകൾ ജീവിതം തകർക്കാം, എന്നാൽ ശാന്തതയിൽ എടുത്ത തീരുമാനം ജീവിതം പുനഃസൃഷ്ടിക്കും, മഹത്തായ വിജയത്തിലേക്ക് നയിക്കും. ഈ ലോകത്തിൽ എല്ലാവരും പ്രതികരിക്കാൻ പഠിപ്പിക്കുന്നു, എന്നാൽ എപ്പോൾ പ്രതികരിക്കാതിരിക്കണമെന്ന് വളരെ കുറച്ച് പേർ മാത്രം പഠിക്കുന്നു. നിങ്ങൾ ചെയ്യേണ്ടത് എപ്പോൾ പ്രതികരിക്കാതിരിക്കണം എന്നുകൂടി പഠിക്കണം. നമ്മുടെ മനസ്സമാധാനം മറ്റൊരാളുടെ കൈകളിൽ കൊടുക്കരുത്. ആർക്കെങ്കിലും നിങ്ങളെ പ്രകോപിപ്പിക്കാൻ കഴിയുമെങ്കിൽ അവർ നിങ്ങളുടെ മനസ്സിനെ നിയന്ത്രിക്കുന്നു എന്നാണ് അർത്ഥം. എന്നാൽ നിങ്ങൾ ശാന്തനായി നിൽക്കുമ്പോൾ നിങ്ങൾ തന്നെയാണ് രാജാവ്. അതിനാൽ ഇന്നു മുതൽ ഒരു തീരുമാനമെടുക്കൂ. എല്ലാ വിമർശനങ്ങൾക്കും മറുപടി പറയില്ല, എല്ലാ പ്രകോപനങ്ങൾക്കും പ്രതികരിക്കില്ല. എൻ്റെ മനസ്സിൻ്റെ സമാധാനം ഞാൻ സംരക്ഷിക്കും. കാരണം പ്രതികരിക്കാതിരിക്കുന്ന മനുഷ്യനിൽ ഒരു പർവ്വതത്തിൻ്റെ ശക്തിയുണ്ട്, ഒരു സമുദ്രത്തിൻ്റെ ആഴമുണ്ട്.
ഒരു മഹാത്മാവിൻ്റെ സമാധാനമുണ്ട്. പ്രസാദം വദനത്തിങ്കലും കാരുണ്യം വാക്കിലും ചേർന്നുള്ളവനെ പുരുഷോത്തമൻ, വജ്രത്തിലും കഠിനമായി തീർന്നിടും മഹാന്മാരുടെ ചിത്തത്തെ അറിഞ്ഞിടുവതാരഹോ. രക്തനാണ് ഉദയസൂര്യൻ, രക്തരസ്തമയത്തിലും സമ്പത്തിലും ക്ഷിതിയിലും മഹാന്മാരൊരുപോലെയാം. കോപിപ്പിക്കിലും തെല്ലുമിളകാ സാധുമാനസം, ചൂട്ടരിച്ചു പിടിച്ചിടിൽ കടൽ വെള്ളം തിളയ്ക്കുമോ. ഈ കവിവാക്യം നിങ്ങൾ ഓർക്കുന്നത്, പഠിച്ചിരിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ് എന്ന് ഓർപ്പിച്ചുകൊണ്ട് ഇന്നത്തെ പോഡ്കാസ്റ്റ് അവസാനിപ്പിക്കുന്നു. ദയവായി ഷാജി ജോൺ പോഡ്കാസ്റ്റ് എന്ന ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണമെന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് അടുത്ത പോഡ്കാസ്റ്റുമായി എത്തുന്നവരെ നന്ദി, നമസ്കാരം.